ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കൊന്നും ആരും നോക്കരുത്. ഇന്ന് ഉറക്കം എണീറ്റിട്ടേ ഉള്ളൂ. ഇന്നത്തെ ഒരു ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 3 ദിവസം ലീവാണ്. ഹായ്. പക്ഷേ നാളെ കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല. അപ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഗിഫ്റ്റ് ഒക്കെ. അവിടെ ചെന്ന് അവിടെ പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇതൊരു ഇങ്ങനെ ഒരു ഷീറ്റിൽ, അതായത് ഈ ബ്ലാക്ക് ഷീറ്റിലോട്ട് ഇത് മൊത്തം ഇങ്ങനെ വെച്ചിട്ട് ആണ് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് പീരിയഡ്സ് ആണ്, വയറുവേദനയാണ്, അതുകൊണ്ട് ഞാൻ വരത്തില്ലായിരിക്കും. നാളെ ബർത്ത്ഡേ, അപ്പം നാളെ ഞാൻ വരാൻ ചാൻസ് ഇല്ല, റെസ്റ്റ് എടുക്കും എന്നൊക്കെയാണ് അവളുടെ അടുത്ത് പറഞ്ഞേക്കണേ. അത് അവളെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്ന് നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് സർപ്രൈസ് ചെയ്യാം. അതും 12 മണി വരെ ഞാൻ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ 12 മണിക്ക് കയറി ചെന്ന് സർപ്രൈസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കണം. നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പറയാം. അത്ര അതുവരെയും വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നിട്ട് അവിടെ എടുക്ക് ഏറ്റേ ഇതെന്ത് നിന്റെ പോയ തലച്ചോറ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഓർമ്മയായിരുന്നോ? ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. വെട്ടി മുറിക്കാൻ കൊണ്ടേ കത്തി എടുത്തോണ്ട് എനിക്ക് നല്ല എക്സ്പ്രഷൻ കൊള്ളില്ലാന്ന് നല്ല ഇഷ്ടല്ലേ? സത്യത്തിനാ ഫോട്ടോ വെച്ചേ? പിന്നെ സത്യത്തിനാ ഫോട്ടോ വെച്ചേ? അപ്പൊ അവനില്ലേന്നോ ഫോട്ടോ? അവൻ എന്നോട് ഫോട്ടോ വെച്ചില്ല. അവർക്ക് എന്നോട് പറയാ ChatGPT ഇടാനാ പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു അത് വായിക്ക്. ഇതാണ് സർപ്രൈസ് എടുത്ത്. എന്താ ആക്റ്റീവോ? അത് ആപ്പാ, ഡൗൺലോഡ് ചെയ്യും. ടെൻഷനാണു. അവളെ ബുക്ക് ചെയ്താൽ മതി. സ്പെല്ലിങ് തെറ്റല്ലേ? വേറെ ആപ്പൊക്കെ എടുത്ത് എന്റെ പിള്ളേരൊക്കെ പൊളിച്ചു. എനിക്ക് ടെൻഷനായിട്ട് പോയല്ലേ.
ശരിക്കും ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനുണ്ടല്ലോ 10 മണി തൊട്ട് താഴെ വിടാതിരിക്കുക. 10 മണി തൊട്ട് ഈ ആലോചിച്ചോ. 10 മണിയായപ്പോ 10 മണി തൊട്ട് ഞാൻ താഴെ റൂമിൽ ഇങ്ങനെ ഒച്ച കേട്ട നീ അറിയും. ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്തോ? ഇത് പിടിക്കുക. ഓഹോ ഇപ്പൊ ജനിച്ചി പിള്ളേരൊന്നും അവർക്ക് ഭയങ്കര കണ്ണിന് പവറാൻ തോന്നുന്നു. എനിക്കൊന്നും തീരണ പോലുമില്ല. സ്കാൻ ചെയ്തോ? ഇത് വരില്ലട്ടോ, ഇത് വരില്ലട്ടോ. എന്റെ സർപ്രൈസ് ആട്ടോ ഇതൊക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് പറ്റിയില്ല. പക്ഷെ അടുത്ത പ്രാവശ്യത്തെ ബർത്ത്ഡേ ഉറപ്പായിട്ട് നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചിരിക്കും. അതുകൊണ്ട് ഒന്നും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്രാർത്ഥനകളും ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം ലവ് യു ആൻഡ് മിസ് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ ചൊക്ലി, അങ്ങനെ വിളിക്കുള്ളൂ. നമ്മളതിൽ അങ്ങനെയാണല്ലോ. കൂടാൻ പറ്റിയില്ല, മിസ് ഇവിടെ ഇല്ലാത്തോണ്ട്. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ കൂടാമായിരുന്നു. ഒന്നുമില്ല, അടിപൊളിയായിരുന്നു നമ്മളെ ക്ലാസ്. ക്ലാസ് പഠിച്ചില്ലെങ്കിലും കുറെ നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. പഠിച്ചില്ല അത് വേറെ മെമ്മറീസ് കിട്ടി. അവിടെ ഹാപ്പിയാണ്. പിന്നെ ചെലവ് ജീപ്പേ ചെയ്തേ. ഓക്കെ ബൈ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോ ഇതൊക്കെ നോക്കുമ്പോ പെട്ടെന്ന് അപ്പനും അമ്മയും സച്ചും അവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യണത് പോലെ ആക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. എനിക്ക് എന്റെ പേടി എന്താണെന്നറിയോ, നിങ്ങൾ ഇന്നിവിടെ ഗേൾസ് നൈറ്റ് നടത്തുവാണെന്നാ. എന്നെ വന്ന് കൊട്ടുകയാണെങ്കിൽ എല്ലാവരും ആയിരിക്കണമായിട്ട്. ഇതിന്റെ ടെൻഷനായ കരയണവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പല്ല് ഇറക്കണവരെ ആരായിട്ട് കാണും. പറ. വ്ലോഗാ ടുട്ടന്റെ ബർത്ത്ഡേ. അതും ശരിയാ.